തൃശ്ശൂർ നഗരം ഇതാണ്. പൂരസമയത്ത് നമുക്ക് കാണാം തൃശ്ശൂരിലെ പുരുഷാരം എന്ന് പറയുമ്പോൾ അതിൽ ആബാലവൃദ്ധം ജനങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികൾ എല്ലാവരും അടങ്ങുന്നതാണ് ഈ പുരുഷാരം എന്ന് പറയുന്നത്. അതിനോടൊപ്പം ഇങ്ങ് നീങ്ങുക, ആ പുരുഷാരം നീങ്ങുന്നതാണ് അവിടുത്തെ ഉത്സവം. അതിനൊപ്പം തന്നെ ഈ ചെണ്ടമേളം, ഒപ്പം തന്നെ പഞ്ചവാദ്യം, അതോടൊപ്പം വെടിക്കെട്ട്, ആനകൾ, അതൊക്കെയാണ് പൂരത്തിൻ്റെ ഒരു രസമെങ്കിൽ ഈ ഓണക്കാലത്ത് മറ്റൊരു രസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവവും ആഘോഷവും സന്തോഷവും എന്ന് പറയുന്നത് ഈ പുലികളിയാണ്. ഇപ്പോൾ തൃശ്ശൂരിന്റെ നഗരത്തിൽ, നഗരഹൃദയത്തിൽ സ്വരാജ് റൗണ്ടിൽ പുലികളുടെ ഒരു പട തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള, വ്യത്യസ്ത സൈസിലുള്ള, ആകൃതിയിലുള്ള പുലികൾ ഇങ്ങനെ ആ നഗരഹൃദയത്തെ ഒന്നാകെ കീഴടക്കി അടിവച്ച് നീങ്ങുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കുടയേന്തിയ പുലികളാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ അയ്യന്തോൾ ദേശത്തിനൊപ്പം 24ന്റെ മറ്റൊരു പുലി ചേരുന്നുണ്ട്. കുറേ നേരമായി പ്രേക്ഷകർ ചോദിക്കുന്നു ആ പുലി എവിടെ എന്നുള്ളത്. അത് നമ്മുടെ കൂരായണം പുലിയാണ്. കൂരായണം പുലി, അയ്യന്തോൾ ദേശക്കാരുടെ പുലികളി ആവേശം എന്താണ്? തൃശ്ശൂർ സ്വന്തം നാടാണ്, എന്നിട്ടും കൂരായണിയെ കാണുന്നില്ലല്ലോ എന്നാണ് തൃശ്ശൂരുകാർ മൊത്തം പറയണത്. എന്താണിപ്പോ അയ്യന്തോൾ ദേശത്തിന്റെ ഒരു പുലി ആവേശം? തൃശ്ശൂരുകാരി എന്നുള്ള നിലയിൽ ഭയങ്കര അഭിമാനത്തോടെയും ഭയങ്കര സന്തോഷത്തോടെയും നിൽക്കുകയാണ്. ഈ സ്വരാജ് റൗണ്ട് നിറയെ പുലികൾ കീഴടക്കിയിരിക്കുകയാണ്. നമ്മള് ഇപ്പൊ ഈ പ്രജിൻ പാടാറില്ലേ, ഓണത്തിന് പുലി ഇറങ്ങുന്ന ഒരു ഊര് നമ്മുടെ ഊര്, ആ പാടുന്ന പോലെ അല്ലെങ്കിൽ ആ പറയുന്ന പോലെയാണ് നമ്മളുടെ കാഴ്ചകള്. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് നാലോണ നാളാണിത്. ഞങ്ങളുടെ ഓണം അവസാനിക്കണം എന്നുണ്ടെങ്കിൽ പുലികൾ ഇറങ്ങണം. അങ്ങനെ പുലി ഇറങ്ങിയിരിക്കുന്നു. അയ്യന്തോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വാക്കുകൾക്ക് അതീതമാണ്. അയ്യന്തോൾ ഇറക്കുന്ന കാഴ്ചകൾ കണ്ട് നമ്മുടെ നാട്ടുകാരൊക്കെ കണ്ണിങ്ങനെ മഞ്ഞളിച്ച് നിൽക്കുകയാണ്. പലതരം പുലികൾ, പലതരം വെറൈറ്റി പുലികൾ കണ്ടു. പല പ്രായത്തിലുള്ള പുലികളുണ്ട്. അതായത് വിത്ത് ഫാമിലിയാണ്, കുടുംബസമേതം പുലികൾ ഇറങ്ങിയിരിക്കുകയാണ്. ചേട്ടാ ഒന്ന് അരമണി കഴിക്ക് കാണിച്ചു കൊടുത്തത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇതാണ് അയ്യന്തോളിന്റെ പുലി എന്ന് പറഞ്ഞാൽ പറഞ്ഞ അപ്പം ചെയ്യും. ഭയങ്കര ഉഷാറാണ്. അപ്പൊ നമ്മൾ അവരുടെ മീൻപുലി പ്ലോട്ട് കണ്ടു. ഇപ്പൊ ആ പ്ലോട്ടിന്റെ മുകളില് വേറൊരു പുലിയും കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ആവേശത്തിലാണ്. അയ്യന്തോളിനെ മാത്രമല്ല എല്ലാ ദേശങ്ങളും വളരെ ആവേശത്തിൽ. പല വെറൈറ്റി പുലികൾ ഈ തേക്കിൻകാട് മൈതാനത്തിന് ചുറ്റും നിറഞ്ഞിരിക്കുകയാണ്. ആദ്യം ശങ്കരൻകുളങ്ങര ദേശം കടന്നുപോയി. ശങ്കരൻകുളങ്ങര ദേശത്തിൽ ഒരു UKG കാരനുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഇപ്പൊ ആ UKG കാരൻ ഇരുന്ന് ലേസ് തിന്നാണ്. ഒരു കുട്ടിപ്പുലി ഇരുന്ന് ലേസ് തിന്നുന്നു. പിന്നാലെയാണ് അയ്യന്തോൾ ദേശം എത്തിയത്. കൊട്ടിങ്ങനെ മുറുകുകയാണ്. നമുക്ക് താളം പിടിക്കാതെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചുവട് വെക്കാതെ ഇവിടെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഒരേ താളത്തിൽ, പുലികളും ഒറിജിനൽ പുലി വേഷം കെട്ടിയവരും പുലി വേഷം കെട്ടാത്ത പുലികളും എല്ലാം താളം പിടിച്ച് തൃശ്ശൂരിന്റെ ആത്മാവിൽ അലിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ഈ അയ്യന്തോൾ ദേശത്തിന് പിന്നാലെ വരുന്നത് ചെക്കമുക്ക് ദേശമാണെന്നാണ് അറിയുന്നത്. അങ്ങനെ തൃശ്ശൂരിന് മൊത്തം ഒരേ വൈബാണ്, പുലി വൈബിൽ നിൽക്കുന്നു. പുലികൾ ഒരിക്കലും തളരുന്നില്ല. ഇപ്പൊ അന്തരീക്ഷത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാത്തൊരു വെയിലും അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു മഴയോ ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും സുഖം തോന്നുന്ന ഒരു കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥയിൽ നിന്നുകൊണ്ട് പുലികളി ഇങ്ങനെ ജനങ്ങൾ ആസ്വദിക്കുകയാണ്. ഇനി നേരം സന്ധ്യയാവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ LED ലൈറ്റ് ഘടിപ്പിച്ച പുലികളുണ്ട്. രാവിലെ നമ്മൾ സീതാറാമിൽ ദേശത്ത് പോയപ്പോ അവരുടെ ഈ പുലിവേഷത്തോടൊപ്പം ചേർന്ന് തുന്നിച്ചേർത്ത് പിടിപ്പിച്ചിരിക്കുകയാണ് LED ലൈറ്റ്. അപ്പോൾ നേരം സന്ധ്യയായി കഴിയുമ്പോൾ പുലികളുടെ വേറൊരു രൂപവും ഭാവവും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പെൺപുലികളുടെ വരവ്, ഇനി അല്പസമയത്തിനകം പെൺപുലികളും വരും. അങ്ങനെ വളരെ കളർഫുള്ളായി, വളരെ ആവേശത്തോടെ, വളരെ എനർജറ്റിക് ആയി തൃശ്ശൂർ നഗരത്തിൽ പുലികൾ ഇങ്ങനെ ആറാടുകയാണ്. പുലികളുടെ ആറാട്ടത്തിനൊപ്പം നമ്മുടെ ഈ പല ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. എല്ലാവരും ഒരേ വൈബിൽ പുലിക്കളി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. പ്രേക്ഷകർ തുടരണം. കുരായണി ഇവിടെ നമ്മള് പ്രേക്ഷകരെ മിസ് ചെയ്യുന്നത് കൂരായണി തൃശ്ശൂർ സ്ലാങ് മിസ് ചെയ്യുന്നു പറയുന്നു. കാരണം തൃശ്ശൂർ സ്ലാങ്ങിലാണ് കൂരായണം അവതരിപ്പിക്കാറുള്ളത്. തൃശ്ശൂരിലെത്തിയിട്ട് പുലിക്കളിയായിട്ട് ആ തൃശ്ശൂർ സ്ലാങ് കേൾക്കുന്നില്ല എന്ന് പറയുന്നു. അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കാവോ? അതെ, എന്റെ പെങ്ങളെ കൂടെ തൃശ്ശൂരാ, അയ്യന്തോള്. വളരെ ഉണ്ട്. നമ്മുടെ എന്റെ മരുമം കിട്ടാറുണ്ട്. അയ്യന്തോളില് അടിപൊളി. അതാ നമ്മളെ അയ്യന്തോള്. പിന്നെ എല്ലാവരും ഉഷാറിലാണ്. അയ്യന്തോള് കപ്പടിക്കും. കപ്പ് ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ മേളം മുറുകി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മേളം ആസ്വദിക്കാം. ഫുൾ വെറൈറ്റി ആണ്, മുഴുവൻ വ്യത്യസ്തത നിറഞ്ഞതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മേളം മുറുകുന്നു. അപ്പൊ അതാണ് അയ്യന്തോൾ ദേശത്തിന്റെ വിശേഷങ്ങൾ. ശ്രീലതാ കൃഷ്ണനാണ് വിശേഷങ്ങൾ പങ്കുവച്ചത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.